ചിക്കൻ ഫ്രൈ വെച്ചിട്ട് മസാലപ്പൊടികളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ. ഞങ്ങൾ കോട്ടയ്ക്കൽ പോയപ്പോൾ ഇതേ ഒരു സ്റ്റൈലിലുള്ളൊരു കറി കഴിച്ചു. അപ്പം ഞങ്ങളുടെ മനസ്സ് കയറിയതാണ്. പിന്നെ അച്ഛനാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത്. അപ്പം മുതൽ ഞങ്ങൾ ഈ കറീനെ വിളിക്കാൻ തുടങ്ങിയതാണ് കോട്ടയ്ക്കൽ കറി. അപ്പോൾ നമുക്ക് കോട്ടയ്ക്കൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങ വേണം. ഈ ഒരു തേങ്ങ ചിരകിയിട്ട് 1-ാം പാലും 2-ാം പാലും ആക്കി മാറ്റി വെക്കണം. ഇതാണ് നമ്മുടെ 1-ാം പാല്, പിന്നെ ഇതാണ് നമ്മുടെ 2-ാം പാല്. അങ്ങനെ ഇതവിടെ 1-ാം പാലും റെഡി, 2-ാം പാലും റെഡി, ചിക്കൻ പൊരിച്ചതും റെഡി. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം, എല്ലാവരും പോയി കാണാം കേട്ടോ. ചിക്കൻ തേച്ച് പിടിപ്പിച്ചതിൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ട്. ആദ്യം പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാല അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ 2-ാം പാലാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മസാലക്ക് ആ ഒരു പാലിൽ നന്നായിട്ട് ചേർന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പാലൊക്കെ ആ ഒരു ചിക്കനിൽ ഇങ്ങനെ കുതിർന്ന് വരണം. തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇതുവരെ ഈ റെസിപ്പി ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ എന്താ മൂടി വെച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. എനിക്ക് ആ തേങ്ങാപ്പാലൊക്കെ ആ ചിക്കൻ്റെ ഉള്ളിൽ ഇങ്ങനെ സോക്കായി വരണം കേട്ടോ. എന്നിട്ട് ഇതാ ആകെയുള്ളൊരു പൊടിയായിട്ടുള്ള പെരിഞ്ചീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കുക. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കുളുക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളിത് കോട്ടയ്ക്കൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റ് ട്രൈ.